ഹായ് ഗൈസ്, കഴിഞ്ഞ 15 ദിവസമായിട്ട് എനിക്ക് രസശാസ്ത്ര ആൻഡ് ഭക്ഷ്യകൽപ്പ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു പോസ്റ്റിങ്. അന്ന് അവിടെ നിന്ന് എടുത്ത വ്ളോഗാണിത്. ഇത് 1 ദിവസത്തെ 2 ദിവസത്തെ ഒക്കെ ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ പ്രിപ്പറേഷൻസ് ഓഫ് മെഡിസിൻസ്, ആയുർവേദ മെഡിസിൻസ് പഠിക്കുന്നത്. Anmol, this is Meghana, Dr. Anmol and Dr. Meghana, and I am Dr. Meenu. ഇന്നത്തെ ഫുൾ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് ഇൻ രസശാസ്ത്ര ആൻഡ് ഭക്ഷ്യകൽപ്പ. ഫസ്റ്റ് ഞങ്ങൾ ചെയ്യുന്നത് ഹാഫ് ആൻ അവർ കട്ടിൽ പ്രിപ്പറേഷൻ. എവറി ഡേ ഹാഫ് ആൻ അവർ നമ്മൾ ഓരോരുത്തരും വെച്ചിട്ട് ചെയ്യും. സോ ഫസ്റ്റ് മേഘന ചെയ്യുന്നു, നെക്സ്റ്റ് ഞാൻ ചെയ്യും, പിന്നെ അവൻ ചെയ്യും. ഹാഫ് ആൻ അവർ വാട്ട് എവർ ഇറ്റ് ഈസ്, ഹാഫ് ആൻ അവർ 1.5 hours ഇത് ചെയ്യും. You can talk in English also, no problem. Talk. British, Malayalam, Dutch. It's okay, fine. Mine is mixed. People will understand. Kerala educated people are there. Yeah, 100%. It is that. Going to room. This is what I am seeing. This and this. Then the. Dude, I don't know what it is happening. These two marks you can see. See. This one and this two. Marka. I'm not feeling any pain. Itching. Nothing I'm feeling. But I got this two. From jaggery, from what? I don't know. Jaggery, how you ഇത് പിന്നീട് നടന്ന ഡിസ്കഷൻ എല്ലാം അൻമോളുടെ കയ്യിൽ എന്തോ കടിച്ച ഒരു റാഷസ് ഉണ്ടായി, എന്ത് പറ്റിയതാണെന്ന് അറിയത്തില്ല. അപ്പോൾ തലേദിവസം ഞങ്ങൾ അവിടെ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായി, അതിൻ്റേതാണോ അല്ലയോ എന്നുള്ള ഡിസ്കഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ പോകുന്നത് കുടജ ലീവ്സ് കളക്ട് ചെയ്യാനാണ്. അതൊരു പ്ലാന്റ് ആണ് ഫോർ ദന്തപാല. അതാണ് ഹോസ്പിറ്റൽ, അവിടെ ആയിരുന്നു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ ഞങ്ങൾക്ക് രസശാസ്ത്രം ഭക്ഷ്യകൽപ്പയുണ്ട്. ഒന്നുമില്ല, ഇതാണ് ഞങ്ങളുടെ ശാരദയുടെ ഒഫീഷ്യൽ ഗാർഡൻ. ഇവിടെ കുറെ സാധനം ഉണ്ട്. ഇത് ഖദിരാദി അരിഷ്ടൊക്കെ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? അൻമോൾ പറയും. പറ അൻമോൾ, ഫോർ വാട്ട് വി ആർ യൂസിങ്. ഈ വീഡിയോ എടുക്കുന്ന ആളെ ഞാൻ കാണിച്ചു തരാം. അൻമോൾ അതെന്താന്നറിയാം അവൻ പറഞ്ഞത്. ഇത് നോക്കി, ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തിനുള്ളത്. ഞാൻ വണ്ടി ഇത് കുടജ ലീവ്സ് ആണ് അവർ കളക്ട് ചെയ്യുന്നത് ഫോർ ദന്തപാല തൈല. ഇന്നിപ്പോ നമ്മള് പോയി കുടജ ലീവ്സ് കളക്ട് ചെയ്തു ആൻഡ് അത് ക്ലീൻ ആക്കി കട്ടാക്കി ഇത് എത്ര നിങ്ങൾ കണ്ടു. അപ്പൊ വി ആർ ഗോയിങ് ടു പ്രിപ്പയർ ദന്തപാല തൈല. ഇറ്റ്സ് ഗുഡ് ഫോർ. പിജി ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം പ്രിപ്പറേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇത് ഞങ്ങൾക്ക് അവിടെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും ടാസ്കുള്ള ഒരു പരിപാടിയായിരുന്നു. കാരണം ഇത് ശർക്കര നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. അഭയാരിഷ്ടത്തിന് വേണ്ടിയിട്ടായിരുന്നു. 100 കിലോ മറ്റോ ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ ഒരു 40-45 കിലോ അങ്ങാണ്ട് പൊടിച്ചിട്ടുണ്ട്. ബാക്കി അവിടെയുള്ള സ്റ്റാഫ്സാണ് പൊടിച്ചത്. ഇത് കാണുന്നവർ ഇത് നമ്മൾ കൈയെല്ലാം നല്ലപോലെ തന്നെ വൃത്തിയാക്കി കഴുകിയതിന് ശേഷമാണ് വന്ന് അവിടെ നിന്ന് പൊടിക്കുന്നത്. കൽവയന്ത്രം എല്ലാം ക്ലീനാണ്. ആരും ഹൈജീൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട. ഓൾ പ്രിക്കോഷൻസ് വി ആർ ടേക്കൺ. അപ്പം ഈ കാണുന്നതൊക്കെ പിന്നീടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ അവിടെ ചെയ്ത പല പ്രിപ്പറേഷൻസ് ആണ്. അങ്ങനെ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.